ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവർദ്ധൻ ബാലചന്ദ്രനെ കണ്ട് എങ്ങനെയുണ്ട്, കുറച്ച് സുഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ ജീവിക്കുന്നത്, ഇനി എന്തു ചെയ്യാനാ, എന്തെങ്കിലും ചെയ്യണ്ടേ, ആദ്യം വിചാരിച്ചത് ജയിലിൽ നിന്നും അവനെ പുറത്തിറക്കണ്ട എന്നാണ്. മോനായി പോയില്ലേ, പുറത്തിറക്കാതെ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അത് പറയുമ്പോൾ ബാലചന്ദ്രന്റെ നെഞ്ചു വിങ്ങി കണ്ണുനീര് കണ്ണിൽ നിറയുന്നുണ്ട്. അതേസമയം അലീന രോഹിത്തിന്റെ റൂമിൽ കയറി പരിശോധിക്കുന്നുണ്ട്, എന്തൊക്കെയോ കണ്ടെടുക്കുന്നുമുണ്ട്. അതിനുശേഷം ഗോവർദ്ധൻ വീട്ടിൽ വന്ന് അലീനയെ കാണണമെന്നും ബാലചന്ദ്രൻ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുമ്പോൾ ബബിതയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതെന്തിനാ അവളോടെല്ലാം പറയുന്നത്, ഞങ്ങളാരും അച്ഛൻ്റെ മക്കളല്ലേ എന്ന് ബബിതയുടെ ചോദ്യം ഗോവർദ്ധന് ഇഷ്ടമാവുന്നില്ല. എന്നാലും ബാലചന്ദ്രൻ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അലീനയോട് പറയുന്നുണ്ട് ഗോവർദ്ധൻ. ഇനി എന്താ ചെയ്യാ അങ്കിളെ, രോഹിത്തിനെ പുറത്തിറക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കും അറിയില്ല. ഏതായാലും ആ ചെറുക്കൻ്റെ ഭാവി പോയി. പിന്നെ ഇവിടുത്തെ പെൺകുട്ടികൾക്കും നേരാവണ്ണം സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാനും കഴിയുന്നില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് വേവലാതിപ്പെടുന്ന ഗോവർദ്ധനെയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയിൽ നിൽക്കുന്ന അലീനയെയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.